ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലുള്ള പഴയകാല പട്ടണവും പഴയകാല വീടുകളും ഇടവഴികളുമാണ്. അതുപോലെ തന്നെ ദുബായ് ഭരണാധികാരി റാഷിദ് ബിൻ മഖ്ദൂമിൻ്റെ പഴയകാല കൊട്ടാരവും അതിൻ്റെ ഉൾക്കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോകാം. നമ്മൾ ബുർദുബായിലോട്ട് പോകുന്ന വഴിയാണ്. ഗോൾഡ് സൂക്കിൽ നിന്ന് ബുർദുബായിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബുർദുബായിലെത്തി. ഇതാണ് ബുർദുബായിയുടെ സ്ട്രക്ചർ. ഫ്രണ്ട്സ്, നമുക്ക് കണ്ടോ ഒരു പഴയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഫീല് നമുക്ക് ഇത് തരുന്നുണ്ട്. ഫുള്ള് പഴയ ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള ഗൈസ്, ഇതൊരു പഴയൊരു മാർക്കറ്റായിരുന്നു. ആദ്യകാലത്തുള്ള ദുബായിലെ മാർക്കറ്റാണിത്. ഇവിടെ ആയിരുന്നു ദുബായിയുടെ പഴമ കച്ചവടങ്ങളും മറ്റും ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ഇവിടെ തന്നെ ഒരു നല്ലൊരു ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർക്ക് കൂടിയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ നടന്ന് ഒരു എൻട്രൻസ് എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഗോൾഡ് സൂക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇത് തികച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കാലത്തൊരു ആഡംബര വാഹനമാണ് ലാൻഡ് റോവർ. നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല. വെരി ബ്യൂട്ടിഫുൾ. ഇതും അതുപോലെ തന്നെയാണ്. പഴയ കാലത്തൊരു വണ്ടിയാണ്. പഴയ കാലത്തെ ബെൻസ് ഇപ്പോഴും അതിൻ്റെ അതേ പ്രൗഢിയോടുകൂടി തന്നെ ഇവരിത് സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാം. പണ്ടത്തെ നമ്മുടെ ആ ഒരു വരാന്തകളിലൂടെ നടക്കുമ്പോഴുള്ള ഫീല് അത് വേറെ തന്നെയാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ പഴയ കാലഘട്ട സ്കൂൾ ജീവിതത്തിലൊക്കെ ഈ വരാന്തകളിലൂടെ നടക്കുമ്പോൾ എനിക്ക് ആ ഒരു കാലം ഓർമ്മ വരുന്നു. അതേ നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ആകുന്നുണ്ട്. വേറൊരു കാര്യം, ഇവിടെ വന്നപ്പോഴാണ് നമ്മളൊരാളെ പരിചയപ്പെട്ടത്. Sir, what's your name? Omi. You're from? Iran. Wow, very good. നമ്മൾ ഒരു ബിൽഡിങ്ങിനെയാണ് ഇദ്ദേഹം വളരെ കലാപരമായിട്ട് തന്നെ വരയ്ക്കുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അതേ മാതൃകയിലാണ് നമ്മുടെ ഇറാനിൽ നിന്നുള്ള ആളിത് വരച്ചുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. പേടിക്കേണ്ട, ഒരു കരടിയൊന്നുമല്ല, അതങ്ങനെ ഒരു സംഭവം, ഒരു സൃഷ്ടിയാണ് ഇത്. പഴയ കാലത്തെ ഒരു ഡ്രസ്സിങ്, നമ്മൾ ആ ഒരു മുഖത്ത് സ്ത്രീകൾക്ക് മുഖം മറക്കുന്നതിന് പകരം ആ ഒരു ഫേസിലുള്ള ഒരു മാസ്ക് മാതിരിയുള്ള ആ ഒരു സംഭവം, പിന്നെ ആ ഒരു ഡ്രസ്സിങ് ശൈലി പ്രാചീന കാലത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. ഇതാണ് ഒറിജിനൽ പായക്കപ്പൽ. ഇത് മുകളിൽ ഒരു സാധാരണ കാറ്റിനനുസരിച്ച് നീങ്ങുന്ന ഒരു ഇതാണ്. ഇതിന് എൻജിൻ മറ്റുള്ള സാമഗ്രികളൊന്നുമില്ല. കാറ്റിൻ്റെ വേഗത അനുസരിച്ച് മാത്രം ഇത് സഞ്ചരിക്കും. തികച്ചും പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഇത് നടന്നു കാണാൻ നമുക്ക് സൈക്കിൾ ഇവിടുന്ന് റെൻറ്റിന് കിട്ടും കേട്ടോ. ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ഇത് മൊത്തം ചുറ്റി കറങ്ങും. ഒരുപാട് നടക്കാനുണ്ട്. ഇതും ഒരു പഴമ വിളിച്ചോതുന്ന ഒരു പഴയകാല മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റർ. ഇങ്ങനെയൊക്കെയാണ് പഴയകാല മാർക്കറ്റിനെ നമ്മൾ ആ ഒരു സെൻറ്റർ കണക്ക് നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങാടി, അതിനെയൊക്കെ ഈ ഒരു ബിൽഡിംഗ് വെച്ചിട്ടാണ് ആളുകൾ കണക്കാക്കിയിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഖലീഫ, നമ്മുടെ ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ മഖ്ദൂം. ഇത് ഹൗസ് ഓഫ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ മഖ്ദൂമിൻ്റെ വീടാണ്. വളരെ വലിയ, അന്നത്തെ കാലത്ത് ഏറ്റവും പ്രൗഢിയുള്ള വീടാണ്. ഏറ്റവും പ്രൗഢിയുള്ള വീടാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, രാജാവിൻ്റെ വീടാണ്. പഴയകാല ഒരു പ്രാചീന കൊട്ടാരം എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും പ്രൗഢിക്കൊരു കുറവില്ല കേട്ടോ. ഇന്നത്തെ കൊട്ടാരമൊന്നും ഇതിൻ്റെ അയലോക്കത്ത് പോലും എത്തില്ല. പഴയ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ വരാന്തയിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഓരോ ആളുകൾ എക്സിബിഷനൊന്നുള്ള കുറേ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല. നല്ല ഇതൊക്കെ ഐ തിങ്ക് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് വരച്ചാണ്. ഹാൻഡ് മെയ്ഡ്, അതായത് കൈ കൊണ്ട് വരക്കില്ല, പെയിന്റ് ഉപയോഗിച്ച് അങ്ങനെ വരച്ചാണ്. പഴയ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ്. ഇതാണ് നമ്മൾ രാജാവ്. പണ്ടത്തെ ആഭരണങ്ങൾ, ഇങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടക്കുക. പഴയകാല TV, പഴയകാല റേഡിയോ, എന്താണെന്ന് അറിയില്ലത്. റേഡിയോ ആണോ അതോ പഴയകാല AC എന്തായാലും വരാനായിട്ടില്ല. യെസ്, ഇതൊരു ഒട്ടകത്തിൻ്റെ മാതൃകയിലുള്ള ഒരു പ്രതിമയാണ്. ഗൾഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരിക ഒട്ടകവും മരുഭൂമിയുമായിരിക്കും. ഹായ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. എന്നോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ്.